ഓം ശാന്തി. 2-1-21. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബയുടെ ശ്രീമത്തിൻ്റെ റിഗാർഡ് വയ്ക്കുക, എന്നാൽ മുരളി ഒരിക്കലും മിസ് ചെയ്യാതിരിക്കുക. ഓരോ ആജ്ഞയും പാലിക്കുക. ചോദ്യം: കുട്ടികളായ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ്, സംതൃപ്തവും സന്തോഷവുമാണോ എന്ന്. എങ്കിൽ നിങ്ങൾ ലഹരിയോടെ ഏതൊരു ഉത്തരമാണ് നൽകേണ്ടത്? ഉത്തരം പറയൂ. പരബ്രഹ്മത്തിൽ വസിക്കുന്നവൻ്റെ ചിന്തയുണ്ടായിരുന്നു. ആ ഒന്നിനെ ലഭിച്ചു കഴിഞ്ഞു. പിന്നെ എന്താണ് വേണ്ടത്? നേടേണ്ടിയിരുന്നത് നേടിക്കഴിഞ്ഞു. ഈശ്വരീയ കുട്ടികളായ നിങ്ങൾക്ക് ഒരു കാര്യത്തിൻ്റെയും ചിന്തയില്ല. നിങ്ങളെ ബാബ സ്വന്തമാക്കി നിങ്ങളിൽ കിരീടം വച്ചു. പിന്നെ ചിന്ത ഏതു കാര്യത്തിൻ്റെതാണ്? ഓം ശാന്തി. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, കുട്ടികളുടെ ബുദ്ധിയിൽ തീർച്ചയായും ഇതുണ്ടാകും. ബാബ പിതാവുമാണ്, ടീച്ചറുമാണ്, സുപ്രീം ഗുരുവുമാണ്. തീർച്ചയായും ഈ ഓർമ്മയിലായിരിക്കും. ഈ ഓർമ്മ ഒരിക്കലും ആർക്കും പഠിപ്പിക്കുവാനും സാധിക്കില്ല. ബാബ തന്നെയാണ് കൽപ്പകൽപ്പങ്ങളിൽ വന്ന് പഠിപ്പിക്കുന്നത്. ആ ഒന്ന് ജ്ഞാനസാഗരവും പതീത പാവനനുമാണ്. അത് പിതാവുമാണ്, ടീച്ചറുമാണ്, ഗുരുവുമാണ്. ജ്ഞാനത്തിൻ്റെ മൂന്നാമത്തെ നേത്രം ലഭിച്ചിരിക്കെ ഇതിപ്പോൾ മനസ്സിലാക്കുന്നു. കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ടാകും, പക്ഷേ പിതാവിനെ തന്നെ മറന്നു പോകുന്നു. അപ്പോൾ ടീച്ചറും ഗുരുവും പിന്നെ എങ്ങനെ ഓർമ്മ വരും? മായ വളരെയധികം പ്രബലമാണ്. 3 രൂപത്തിലും മഹിമയുണ്ടായിട്ടും 3ൻ്റെയും മറവിയുണ്ടാക്കുന്നു. ഇത്രയും സർവശക്തിവാനാണ്. കുട്ടികളും എഴുതുന്നു, ബാബ നമ്മൾ മറന്നു പോകുന്നു. മായ ഈ വിധം ശക്തിശാലിയാണ്. ഡ്രാമ അനുസരിച്ച് വളരെ സഹജമാണ്. കുട്ടികൾ മനസ്സിലാക്കുന്നു, ഇങ്ങനെ ഒരിക്കലും ആരും ഉണ്ടാവുക സാധ്യമല്ല. ആ ഒന്ന് അച്ഛനും ടീച്ചറും സദ്ഗുരുവുമാണ്. സത്യം സത്യമാണ്. ഇതിൽ കെട്ടുകഥകളുടെയോ മറ്റോ കാര്യമൊന്നുമില്ല. ഉള്ളിൽ മനസ്സിലാക്കേണ്ടതാണല്ലോ. പക്ഷേ മായ മറവിയുണ്ടാക്കുന്നു. നമ്മൾ തോറ്റുപോകുന്നു എന്ന് പറയുന്നു. എങ്കിൽ ഓരോ ചുവടിലും പദമം എങ്ങനെ ഉണ്ടാകും? ദേവതമാർക്ക് തന്നെയാണ് പത്മത്തിൻ്റെ അടയാളം നൽകുന്നത്. സർവർക്കും നൽകുവാൻ സാധിക്കില്ല. ഇത് ഈശ്വരൻ്റെ പഠനമാണ്, മനുഷ്യൻ്റേതല്ല. ഇത് ഒരിക്കലും മനുഷ്യൻ്റെ പഠനമാവുക സാധ്യമല്ല. ദേവതമാരുടെ മഹിമ ചെയ്യപ്പെടുന്നു. എന്നാൽ ഉയർന്നതിലും ഉയർന്നത് ഒരു ബാബയാണ്. ബാക്കി ആ ഒന്നിൻ്റെ മഹിമ എന്താണ്? ഇന്ന് കഴുതപദം, അതായത് തുച്ഛമായ പദവി. നാളെ രാജപദം. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ ലക്ഷ്മി നാരായണൻ ആകുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പുരുഷാർത്ഥത്തിൽ വളരെ പേർ ഫെയിലാകുന്നു എന്നതറിയുന്നു. എത്ര പേരാണോ കഴിഞ്ഞ കൽപ്പത്തിൽ പാസ്സായിരുന്നത് അത്രയും പേർ തന്നെയാണ് പഠിക്കുന്നത്. വാസ്തവത്തിൽ ജ്ഞാനവും വളരെ സഹജമാണ്. എന്നാൽ മായ മറവിയുണ്ടാക്കുന്നു. ബാബ പറയുന്നു, തൻ്റെ ചാർട്ട് എഴുതൂ. പക്ഷേ എഴുതുവാൻ സാധിക്കുന്നില്ല. എത്രത്തോളം ഇരുന്ന് എഴുതും? എഴുതുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ 2 മണിക്കൂർ ഓർമ്മയിൽ ഇരുന്നുവോ എന്ന് പരിശോധിക്കുന്നു. ബാബയുടെ ശ്രീമത്തിനെ പ്രവൃത്തിയിൽ കൊണ്ടുവന്നുവോ എന്നറിയാനും കഴിയുന്നു. ബാബ മനസ്സിലാക്കും, ഈ പാവങ്ങൾക്ക് ലജ്ജ തോന്നുന്നുണ്ടാകും. ഇല്ലെങ്കിൽ പിന്നെ ശ്രീമത് പ്രവൃത്തിയിൽ കൊണ്ടുവരേണ്ടതാണ്. പക്ഷേ 2% പോലും ചാർട്ട് എഴുതുക പ്രയാസമാണ്. കുട്ടികൾക്ക് ശ്രീമത്തിനോട് ഇത്രയും റിഗാർഡില്ല.
മുരളി ലഭിച്ചിട്ടും പഠിക്കുന്നില്ല. ബാബ പറയുന്നത് സത്യമാണ്, നമ്മൾ മുരളിയെ പഠിക്കുന്നില്ല, പിന്നെ മറ്റുള്ളവർക്ക് എന്ത് മനസ്സിലാക്കിച്ചു കൊടുക്കുവാനാണ് എന്ന് ഉള്ളിൽ തീർച്ചയായും തോന്നുന്നുണ്ടാകും. ഓർമ്മയുടെ യാത്ര. ഓം ശാന്തി. ആത്മീയ അച്ഛൻ ആത്മീയ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, തീർച്ചയായും നമ്മൾ ആത്മാവാണ്, നമ്മെ പരംപിത പരമാത്മാവ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് പറയുന്നത്? എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ സ്വർഗത്തിൻ്റെ അധികാരിയാകും. ഇതിൽ ബാബയും അടങ്ങിയിട്ടുണ്ട്, പഠനവും പഠിപ്പിക്കുന്നവനും അടങ്ങിയിരിക്കുന്നു, സദ്ഗതി ദാതാവും അടങ്ങിയിരിക്കുന്നു. കുറച്ച് വാക്കിൽ മുഴുവൻ ജ്ഞാനവും വരുന്നു. ഇവിടെ നിങ്ങൾ വരുന്നത് തന്നെ ഇതിനെ റിവൈസ് ചെയ്യുന്നതിനു വേണ്ടിയാണ്. ബാബയും ഇത് മനസ്സിലാക്കിച്ചു തരുന്നു. കാരണം നിങ്ങൾ സ്വയം പറയുന്നു, നമ്മൾ മറന്നു പോകുന്നു, അതിനാൽ റിവൈസ് ചെയ്യുന്നതിനായി ഇവിടെ വരുന്നു എന്ന്. ചിലർ ഇവിടെ കഴിയുന്നു, എന്നിട്ടും റിവൈസ് ചെയ്യുന്നത് ഉണ്ടാകുന്നില്ല, ഭാഗ്യത്തിലില്ല. പുരുഷാർത്ഥം ബാബ ചെയ്യിക്കുന്നുണ്ട്. പുരുഷാർത്ഥം ചെയ്യിക്കുന്നവൻ ഒരേ ഒരു ബാബ തന്നെയാണ്. ഇതിൽ ആരുടെയും പരിഗണനയൊന്നും ഉണ്ടാവുക സാധ്യമല്ല. സ്പെഷ്യൽ പഠനവുമില്ല. ആ പഠനത്തിൽ സ്പെഷ്യലായി പഠിക്കുന്നതിനായി ടീച്ചറിനെ വിളിക്കുന്നു. ഇതാണെങ്കിൽ ഭാഗ്യം ഉണ്ടാക്കുന്നതിനായി സർവരെയും പഠിപ്പിക്കുന്നു. ഓരോരുത്തരെയും പ്രത്യേകമായി എത്രത്തോളം പഠിപ്പിക്കും? എത്ര അനേകം കുട്ടികളുണ്ട്. ആ പഠനത്തിൽ ചിലർ വലിയ വ്യക്തികളുടെ കുട്ടികളായിരിക്കും. അപ്പോൾ അവരെ സ്പെഷ്യലായി പഠിപ്പിക്കുന്നു. ടീച്ചറിനറിയാം ഇന്നയാൾ ഡള്ളാണ്, അതിനാൽ അവരെ സ്കോളർഷിപ്പിന് യോഗ്യരാക്കി മാറ്റുന്നു. ഈ ബാബ അങ്ങനെ ചെയ്യുന്നില്ല. ഇതാണെങ്കിൽ ഏകരസമായി എല്ലാവരെയും പഠിപ്പിക്കുന്നു. അതായി ടീച്ചറിൻ്റെ എക്സ്ട്രാ പുരുഷാർത്ഥം ചെയ്യിക്കൽ. ഇതാണെങ്കിൽ എക്സ്ട്രാ പുരുഷാർത്ഥം ആരെയും പ്രത്യേകമായി ചെയ്യിക്കുന്നില്ല. എക്സ്ട്രാ പുരുഷാർത്ഥം എന്നതിൻ്റെ അർത്ഥം തന്നെ മാസ്റ്റർ ഒരൽപ്പം കൃപ കാണിക്കുന്നു എന്നാണ്. അതേപോലെ പൈസ വാങ്ങുന്നു, വിശേഷിച്ച് സമയം നൽകി പഠിപ്പിക്കുന്നു. അതിലൂടെ അവർ കൂടുതൽ പഠിച്ച് സമർത്ഥരാകുന്നു. ഇവിടെയാണെങ്കിൽ കൂടുതലായി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഒന്നിൻ്റെ കാര്യം തന്നെ പുതിയതാണ്. ഒരേ ഒരു മഹാമന്ത്രം നൽകുന്നു, മന്മനാഭവ. ഓർമ്മയിലൂടെ എന്തുണ്ടാകുന്നു? ബാബ തന്നെയാണ് പതീത പാവനൻ എന്നും മനസ്സിലാക്കുന്നു. ആ ഒന്നിനെ ഓർമ്മിക്കുന്നതിലൂടെയാണ് പാവനമാകുന്നത് എന്ന് അറിയുന്നു. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ജ്ഞാനമുണ്ട്. എത്ര ഓർമ്മിക്കുമോ അത്രയും പാവനമാകും. ഓർമ്മിക്കുന്നത് കുറവാണെങ്കിൽ പാവനമാകുന്നത് കുറവായിരിക്കും. ഇത് കുട്ടികളായ നിങ്ങളുടെ പുരുഷാർത്ഥത്തിന്മേലാണ്. പരിധിയില്ലാത്ത ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ നമുക്ക് ഈ ലക്ഷ്മി നാരായണനാകണം. അവരുടെ മഹിമ ഓരോരുത്തരും അറിയുന്നുണ്ട്. താങ്കൾ പുണ്യ ആത്മാവാണ്, നമ്മൾ പാപാത്മാവാണ് എന്ന് പറയുന്നുമുണ്ട്. അനേകം ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ എല്ലാവരും എന്തു ചെയ്യാനാണ് പോകുന്നത്? ദർശനത്തിലൂടെ നേട്ടമൊന്നുമില്ല. അന്യോന്യം കണ്ട് മടങ്ങിപ്പോകുന്നു. ദർശനം നടത്തുവാനായി പോകുന്നു, അത്രമാത്രം. ഇന്നയാൾ യാത്രയ്ക്ക് പോകുന്നു, നമ്മളും പോകട്ടെ എന്നാണ്. ഇതിലൂടെ എന്തുണ്ടാകും? ഒന്നും തന്നെയില്ല. കുട്ടികളായ നിങ്ങളും യാത്രകൾ ചെയ്തു. മറ്റ് ഉത്സവങ്ങൾ ആഘോഷിക്കുന്നത് പോലെ യാത്രയും ഒരു ഉത്സവമായി മനസ്സിലാക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഓർമ്മയുടെ യാത്രയും ഒരു ഉത്സവമായി മനസ്സിലാക്കുന്നു. നിങ്ങൾ ഓർമ്മയുടെ യാത്രയിലിരിക്കുന്നു. വാക്ക് തന്നെ ഒന്നാണ്, മന്മനാഭവ. നിങ്ങളുടെ ഈ യാത്ര അനാദിയാണ്. അവരും പറയുന്നു ആ യാത്ര നമ്മൾ അനാദിയായി ചെയ്തു വരുന്നു എന്ന്. പക്ഷേ നിങ്ങളിപ്പോൾ ജ്ഞാനസഹിതം പറയുന്നു, നമ്മൾ കൽപ്പകൽപ്പം ഈ യാത്ര ചെയ്യുന്നു. ബാബ തന്നെയാണ് വന്ന് ഈ യാത്ര പഠിപ്പിക്കുന്നത്. അവർ 4 ധാമങ്ങളിലും
ജന്മങ്ങൾ തോറും യാത്ര ചെയ്യുന്നു. പരിധിയില്ലാത്ത ബാബ ഇത് പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ പാവനമായി മാറും. യാത്രയിലൂടെ നിങ്ങൾ പാവനമാകും എന്ന് ആരും ഒരിക്കലും പറയുന്നില്ല. മനുഷ്യർ യാത്രയ്ക്ക് പോകുന്നു, അപ്പോൾ ആ സമയം പാവനമായിരിക്കുന്നു. ഇക്കാലത്താണെങ്കിൽ അവിടെയും അഴുക്ക് പിടിച്ചിരിക്കുന്നു, പാവനമായി ഇരിക്കുന്നില്ല. ഈ ആത്മീയ യാത്രയെക്കുറിച്ചാണെങ്കിൽ ആർക്കും അറിയില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ബാബ പറഞ്ഞു തന്നു, ഈ ഓർമ്മയുടെ യാത്രയാണ് സത്യമായത്. അവർ യാത്രയുടെ, അതായത് തീർത്ഥയാത്രയുടെ ചുറ്റിസഞ്ചാരത്തിനായി പോകുന്നു. എങ്കിലും എങ്ങനെയാണോ അങ്ങനെയായി തന്നെ ഇരിക്കുന്നു, ചുറ്റി സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഏതുപോലെ വാസ്കോഡിഗാമ സൃഷ്ടി ചുറ്റി സഞ്ചരിച്ചു, അതുപോലെ ഇതും ചുറ്റി സഞ്ചരിക്കലാണല്ലോ. ഗീതവും ഉണ്ടല്ലോ, 4 ഭാഗത്തും പ്രദക്ഷിണം വച്ചു. എന്നിട്ടും എല്ലായ്പ്പോഴും ദൂരെയിരുന്നു. ഭക്തിമാർഗത്തിൽ ആർക്കും തന്നെ ലഭിക്കുക സാധ്യമല്ല. ഭഗവാനെ ആർക്കും ലഭിച്ചില്ല. ഭഗവാനിൽ നിന്നും ദൂരെ തന്നെ ഇരുന്നു. ചുറ്റി സഞ്ചരിച്ച ശേഷവും വീട്ടിൽ വന്ന് 5 വികാരങ്ങളിൽ കുടുങ്ങുന്നു. ആ എല്ലാ യാത്രകളും അസത്യമാണ്. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്കറിയാം, ബാബ വന്നിരിക്കുകയാണ് എന്നിരിക്കെ ഇത് പുരുഷോത്തമ സംഗമയുഗമാണ്. ബാബ വന്നു കഴിഞ്ഞു എന്ന് ഒരു ദിവസം എല്ലാവരും അറിയും. ഒടുവിൽ ഭഗവാനെ ലഭിക്കും. എന്നാൽ എങ്ങനെയാണ്? ഇത് ആരും തന്നെ അറിയുന്നില്ല. കുട്ടികളായ നിങ്ങൾക്ക്, മധുരമധുരമായ കുട്ടികളായ നിങ്ങൾക്ക് ഇതറിയാം. നമ്മൾ ശ്രീമതനുസരിച്ച് ഈ ഭാരതത്തെ വീണ്ടും സ്വർഗമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭാരതത്തിൻ്റെ തന്നെ പേരാണ് നിങ്ങൾ പറയുന്നത്. ആ സമയത്ത് മറ്റൊരു ധർമ്മവും ഉണ്ടായിരിക്കുന്നില്ല. മുഴുവൻ വിശ്വവും പവിത്രമാകുന്നു. ഇപ്പോഴാണെങ്കിൽ അനേകം ധർമ്മങ്ങളുണ്ട്. ബാബ വന്ന് നിങ്ങളെ മുഴുവൻ വൃക്ഷത്തിൻ്റെയും നോളജ് കേൾപ്പിക്കുന്നു. നിങ്ങൾക്ക് സ്മൃതി വരുത്തുന്നു, നിങ്ങൾ തന്നെ ദേവതയായിരുന്നു. പിന്നെ ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രനായി. ഇപ്പോൾ നിങ്ങൾ തന്നെ ബ്രാഹ്മണനായിരിക്കുന്നു. ഹംസോ എന്നതിൻ്റെ അർത്ഥം ബാബ എത്ര സഹജമായി മനസ്സിലാക്കിച്ചു തരുന്നു. ഓം എന്നാൽ ഞാൻ ആത്മാവ്, പിന്നെ ഞാൻ ആത്മാവ്. ഇങ്ങനെ ചക്രം കറങ്ങുന്നു. അവർ പറയുന്നു, ഞാൻ ആത്മാവ് തന്നെയാണ് പരമാത്മാവ്, പരമാത്മാവ് തന്നെയാണ് ഞാൻ ആത്മാവ് എന്ന്. ഹംസോ എന്നതിൻ്റെ അർത്ഥം യഥാർത്ഥമായി അറിയുന്ന ഒരാൾ പോലും ഇല്ല. അതിനാൽ ബാബ പറയുന്നു, ഈ ഒരു മന്ത്രം എല്ലായ്പ്പോഴും ഓർമ്മ വയ്ക്കേണ്ടതാണ്. ചക്രം ബുദ്ധിയിൽ ഉണ്ടായിരിക്കുകയില്ലെങ്കിൽ എങ്ങനെ ചക്രവർത്തി രാജാവാകും? ഇപ്പോൾ ഞാൻ ആത്മാവ് ബ്രാഹ്മണനാണ്, പിന്നീട് ഞാൻ തന്നെ ദേവതയാകും. ഇത് നിങ്ങൾ ആരോട് വേണമെങ്കിലും പോയി ചോദിച്ചു നോക്കൂ, ആർക്കും പറഞ്ഞു തരാൻ സാധിക്കില്ല. അവരാണെങ്കിൽ 84ന്റെ അർത്ഥം പോലും മനസ്സിലാക്കുന്നില്ല. ഭാരതത്തിൻ്റെ ഉന്നതിയും പതനവും പാടപ്പെട്ടിട്ടുണ്ട്. ഇത് ശരിയാണ്. സതോ പ്രധാനം, സതോ രജോ തമോ, സൂര്യവംശി, ചന്ദ്രവംശി, വൈശ്യവംശി. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി. ബീജരൂപമായ ബാബയെ തന്നെയാണ് ജ്ഞാനത്തിൻ്റെ സാഗരം എന്ന് പറയുന്നത്. ആ ഒന്ന് ഈ ചക്രത്തിൽ വരുന്നില്ല. നമ്മൾ ജീവാത്മാവ് തന്നെയാണ് പരമാത്മാവാകുന്നത് എന്നല്ല. അങ്ങനെയല്ല. ബാബ തനിക്ക് സമാനം നോളജ്ഫുൾ ആക്കി മാറ്റുന്നു. തനിക്ക് സമാനം ഗോഡ് ആക്കി മാറ്റുന്നില്ല. ഈ കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കണം. അപ്പോൾ ബുദ്ധിയിൽ ചക്രം തിരിയും. അതിന് സ്വദർശന ചക്രം എന്ന പേര് വെച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ബുദ്ധിയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ എങ്ങനെയാണ് ഈ 84ന്റെ ചക്രത്തിൽ വരുന്നത്. ഇതിൽ എല്ലാം വരുന്നു. സമയവും വരുന്നു, വർണ്ണവും വരുന്നു,
വംശാവലിയും വരുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിൽ ഈ മുഴുവൻ ജ്ഞാനവും ഉണ്ടായിരിക്കണം. നോളജിലൂടെ തന്നെയാണ് ഉയർന്ന പദവി ലഭിക്കുന്നത്. നോളജ് ഉണ്ടായിരിക്കുമെങ്കിൽ മറ്റുള്ളവർക്കും നൽകും. ഇവിടെ നിങ്ങളെക്കൊണ്ട് ഏതെങ്കിലും പേപ്പറൊന്നും പൂരിപ്പിക്കുന്നില്ല. ആ സ്കൂളുകളിൽ പരീക്ഷ നടക്കുമ്പോൾ പേപ്പറുകൾ വിദേശത്തു നിന്നും വരുന്നു. ആരാണോ വിദേശത്ത് പഠിക്കുന്നവർ അവരുടെ റിസൾട്ട് അവിടെ തന്നെ ഇറക്കുന്നുണ്ടാകും. അതിലും ആര് വലിയ എഡ്യൂക്കേഷൻ അതോറിറ്റി ആയിരിക്കുന്നുവോ അവരായിരിക്കും പേപ്പേഴ്സ് പരിശോധിക്കുന്നത്. നിങ്ങളുടെ പേപ്പേഴ്സ് ആര് പരിശോധിക്കും? നിങ്ങൾ സ്വയം തന്നെ ചെയ്യും. സ്വയം എന്താഗ്രഹിക്കുന്നുവോ അങ്ങനെയാക്കി മാറ്റൂ. പുരുഷാർത്ഥത്തിലൂടെ എന്താഗ്രഹിക്കുന്നുവോ ആ പദവി ബാബയിൽ നിന്നും എടുക്കൂ. എക്സിബിഷനിലും മറ്റും കുട്ടികൾ ചോദിക്കാറില്ലേ, എന്താകും? ദേവതയാകുമോ, ബാരിസ്റ്റർ ആകുമോ, എന്താകും എന്ന്. എത്രത്തോളം ബാബയെ ഓർമ്മിക്കുമോ, സർവീസ് ചെയ്യുമോ, അത്രയും ഫലം ലഭിക്കും. ആര് നല്ല രീതിയിൽ ബാബയെ ഓർമ്മിക്കുമോ അവർ മനസ്സിലാക്കുന്നുണ്ട് നമുക്ക് സർവീസും ചെയ്യണം, പ്രജകളെ തയ്യാറാക്കണമല്ലോ. ഇത് രാജധാനിയാണ് സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ എല്ലാവരും വേണം. അവിടെ മന്ത്രി ഉണ്ടായിരിക്കുന്നില്ല. ബുദ്ധി കുറഞ്ഞവർക്കാണ് മന്ത്രിയുടെ ആവശ്യമുള്ളത്. നിങ്ങൾക്ക് അവിടെ നിർദ്ദേശങ്ങളുടെ ആവശ്യമുണ്ടായിരിക്കുന്നില്ല. ബാബയുടെ അടുക്കൽ നിർദ്ദേശം എടുക്കുവാനായി വരുന്നു. സ്ഥൂലമായ കാര്യങ്ങളുടെ നിർദ്ദേശം എടുക്കുന്നു. പൈസ എന്തു ചെയ്യട്ടെ, തൊഴിൽ എങ്ങനെ ചെയ്യണം എന്ന്. ബാബ പറയുന്നു, ഈ ലൗകിക കാര്യങ്ങൾ ബാബയുടെ അടുക്കിലേക്ക് കൊണ്ടുവരാതിരിക്കൂ. പിന്നെ നിരാശമായി പോകരുതല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ധൈര്യം പറഞ്ഞ് പകർന്നു തരുന്നു. ഇതൊന്നും എൻ്റെ ജോലിയല്ല, എൻ്റേത് നിങ്ങൾക്ക് വഴി പറഞ്ഞു തരുന്നതിൻ്റെ ഈശ്വരീയ തൊഴിലാണ്. നിങ്ങൾ എങ്ങനെ വിശ്വത്തിൻ്റെ അധികാരിയാകും? നിങ്ങൾക്ക് ശ്രീമത്ത് ലഭിച്ചു, ബാക്കിയെല്ലാം ആസുരീയ മതമാണ്. സത്യയുഗത്തിൽ ശ്രീമത്ത് എന്ന് പറയും, കലിയുഗത്തിൽ ആസുരീയ മതമാണ്. അത് സുഖധാമമാണ്. അവിടെ സുഖമാണോ, ആരോഗ്യം ശരിയാണോ എന്ന് പറയുകയില്ല. ഈ വാക്കുകൾ അവിടെ ഉണ്ടായിരിക്കുകയില്ല. ഇത് ഇവിടെയാണ് ചോദിക്കുന്നത്. ഏതെങ്കിലും ബുദ്ധിമുട്ടില്ലല്ലോ, സുഖമാണോ എന്ന്. ഇതിൽ തന്നെ വളരെയധികം കാര്യങ്ങൾ വരുന്നു. ഇങ്ങനെ ചോദിക്കുവാനായി അവിടെ ദുഃഖമേ ഇല്ല. ഇവിടെ ദുഃഖത്തിൻ്റെ ലോകം തന്നെയാണ്. വാസ്തവത്തിൽ നിങ്ങളോട് ആർക്കും ചോദിക്കുവാൻ സാധിക്കില്ല. മായ വീഴ്ത്തുന്ന ഒന്നാണ്. എങ്കിലും ബാബയെ ലഭിച്ചിരിക്കുകയാണല്ലോ. നിങ്ങൾ പറയും, നിങ്ങൾ സുഖക്ഷേമങ്ങൾ അന്വേഷിക്കുകയാണോ? നമ്മൾ ഈശ്വരൻ്റെ കുട്ടികളാണ്. നമ്മളോട് എന്തിന് സുഖാന്വേഷണങ്ങൾ ചോദിക്കണം? പരബ്രഹ്മത്തിൽ വസിക്കുന്നവനായ ബാബയുടെ ചിന്തയുണ്ടായിരുന്നു. ആ ഒന്നിനെ ലഭിച്ചു കഴിഞ്ഞു. പിന്നെ ആരുടെ ചിന്തയാണുള്ളത്? ഇത് എപ്പോഴും ഓർമ്മിക്കേണ്ടതാണ്. നമ്മൾ ആരുടെ കുട്ടികളാണ്? ബുദ്ധിയിൽ ഈ ജ്ഞാനവുമുണ്ട്. എപ്പോഴാണോ നമ്മൾ പാവനമായി മാറുന്നത്, അപ്പോൾ പിന്നെ യുദ്ധം ആരംഭിക്കും. നിങ്ങൾ സന്തുഷ്ടവും സംതൃപ്തവുമാണോ എന്ന് നിങ്ങളോട് ആരെങ്കിലും എപ്പോൾ ചോദിച്ചാലും പറയൂ, നമ്മൾ സദാ സന്തുഷ്ടവും സംതൃപ്തവുമാണ്. രോഗമുണ്ടായിരുന്നാൽ പോലും ബാബയുടെ ഓർമ്മയിലിരിക്കണം. നിങ്ങൾ സ്വർഗത്തെക്കാളും അധികം സന്തുഷ്ടവും സംതൃപ്തവുമാണ്. സ്വർഗത്തിൻ്റെ ചക്രവർത്തി പദം നൽകുന്ന ബാബയെ ലഭിച്ചിരിക്കെ ആ ഒന്ന് നമ്മളെ ഇത്രയും യോഗ്യമാക്കി മാറ്റുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചിന്തയാണ് വയ്ക്കുന്നത്? ഈശ്വരൻ്റെ കുട്ടികൾക്ക് എന്ത് ചിന്തയാണുള്ളത്? അവിടെ ദേവതമാർക്ക് പോലും ചിന്തയില്ല. ദേവതമാരേക്കാൾ ഉയർന്നതാണ് ഈശ്വരൻ.
അപ്പോൾ ഈശ്വരന്റെ കുട്ടികൾക്ക് ചിന്ത ഉണ്ടാവുക സാധ്യമാണോ? ബാബ നമ്മെ പഠിപ്പിക്കുകയാണ്. ബാബ നമ്മുടെ ടീച്ചറും സദ്ഗുരുവുമാണ്. ബാബ നമ്മിൽ കിരീടം വെച്ചിരിക്കുകയാണ്. നമ്മൾ കിരീടധാരി ആയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് വിശ്വത്തിൻ്റെ കിരീടം എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നത് നിങ്ങൾക്കറിയാം. ബാബ കിരീടം വയ്ക്കുന്നില്ല. ഇതും നിങ്ങൾക്കറിയാം. സത്യയുഗത്തിൽ ബാബ തൻ്റെ കിരീടം തൻ്റെ കുട്ടികളിൽ വയ്ക്കുന്നു. അതിനെ ഇംഗ്ലീഷിൽ ക്രൗൺ പ്രിൻസ് എന്ന് പറയുന്നു. ഇവിടെ പിതാവിൻ്റെ കിരീടം കുട്ടികൾക്ക് ലഭിക്കുന്നത് വരെയും കുട്ടികൾക്ക് ഉത്കണ്ഠയുണ്ടായിരിക്കും. പിതാവ് മരിച്ചു പോയി എങ്കിൽ കിരീടം എൻ്റെ ശിരസിൽ വന്നേനെ എന്ന്. പ്രിൻസിൽ നിന്നും മഹാരാജാവാകണം എന്ന ആശയുണ്ടാകും. അവിടെയാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യമുണ്ടായിരിക്കില്ല. തൻ്റെ സമയമാകുമ്പോൾ നിയമമനുസരിച്ച് പിതാവ് കുട്ടികൾക്ക് കിരീടം നൽകി പിന്നെ അകന്നു മാറുന്നു. അവിടെ വാനപ്രസ്ഥത്തിൻ്റെ ചർച്ച ഉണ്ടാകുന്നില്ല. കുട്ടികൾക്ക് കൊട്ടാരവും മറ്റും ഉണ്ടാക്കി നൽകുന്നു. ആഗ്രഹങ്ങളെല്ലാം പൂർത്തിയാകുന്നു. നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, സത്യയുഗത്തിൽ സുഖം തന്നെ സുഖമാണ്. പ്രാക്ടിക്കലിൽ എല്ലാ സുഖവും നേടുന്നത് അവിടെ പോകുമ്പോഴാണ്. നിങ്ങൾക്ക് ഇതറിയുള്ളൂ, സ്വർഗത്തിൽ എന്തുണ്ടാകും, ഒരു ശരീരം ഉപേക്ഷിച്ച് പിന്നെ എവിടെ പോകും എന്ന്. ഇപ്പോൾ നിങ്ങളെ പ്രാക്ടിക്കലിൽ ബാബ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ സത്യമായി സ്വർഗത്തിലേക്ക് പോകും. അവരാണെങ്കിൽ നമ്മൾ സ്വർഗത്തിൽ പോകുന്നു എന്ന് പറയുന്നു. സ്വർഗം എന്ന് എന്തിനെയാണ് പറയുന്നത് എന്ന് അറിയുന്നത് പോലുമില്ല. ജന്മജന്മാന്തരങ്ങളായി ഈ അജ്ഞാനത്തിൻ്റെ കാര്യങ്ങൾ കേട്ടുവന്നു. ഇപ്പോൾ ബാബ നിങ്ങളെ സത്യമായ കാര്യങ്ങൾ കേൾപ്പിക്കുന്നു. ശരി, മധുരമധുരമായ സിഖില്ലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സദാ സംതൃപ്തവും സന്തോഷവും ആയിരിക്കുന്നതിനായി ബാബയുടെ ഓർമ്മയിലിരിക്കണം. പഠനത്തിലൂടെ തന്നിൽ രാജപദവിയുടെ കിരീടം വയ്ക്കണം. ശ്രീമത്ത് അനുസരിച്ച് ഭാരതത്തെ സ്വർഗമാക്കുന്ന സേവനം ചെയ്യണം. സദാ ശ്രീമത്തിൻ്റെ റിഗാർഡ് വയ്ക്കണം. വരദാനം: കണക്ഷനിലൂടെയും റിലേഷനിലൂടെയും മനസ്സ ശക്തിയുടെ പ്രത്യക്ഷ തെളിവ് കാണിക്കുന്ന സൂക്ഷ്മ സേവാധാരിയായി ഭവിക്കട്ടെ. വാണിയുടെ ശക്തിയുടെയും കർമ്മത്തിൻ്റെ ശക്തിയുടെയും പ്രത്യക്ഷ തെളിവ് കാണപ്പെടുന്നത് പോലെ ഏറ്റവും പവർഫുള്ളായ സൈലൻസിൻ്റെ ശക്തിയുടെ പ്രത്യക്ഷ തെളിവ് കാണുന്നതിനായി ബാപ്ദാദയുമായി നിരന്തരം ക്ലിയർ കണക്ഷനും റിലേഷനും ഉണ്ടാകണം. ഇതിനെ തന്നെയാണ് യോഗബലം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള യോഗബലമുള്ള ആത്മാക്കൾ സ്ഥൂലത്തിൽ ദൂരെയിരിക്കുന്ന ആത്മാവിന് മുന്നിലാണ് എന്ന അനുഭവം ഉണ്ടാക്കുവാൻ സാധിക്കും. ആത്മാക്കളെ ആഹ്വാനം ചെയ്ത് അവരെ പരിവർത്തനപ്പെടുത്തുവാൻ സാധിക്കും. ഇതാണ് സൂക്ഷ്മ സേവനം. ഇതിനു വേണ്ടി ഏകാഗ്രതയുടെ ശക്തി വർദ്ധിപ്പിക്കൂ. സ്ലോഗൻ: തൻ്റെ സർവ ഖജനാവുകളും സഫലമാക്കുന്നവർ തന്നെയാണ് മഹാദാനി ആത്മാവ്. ഓം ശാന്തി. ഒരു സെക്കൻഡിൽ ശബ്ദത്തിന് ഉപരിയായി അശരീരി ആത്മസ്വരൂപത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു.
അശരീരി അവസ്ഥയിൽ ഞാൻ ശക്തി സ്വരൂപ സ്ഥിതി അനുഭവിക്കുന്നു. സർവ്വതിൽ നിന്നും വേറിട്ടും ഒരു ബാബയ്ക്ക് പ്രിയമായും സ്ഥിതി ചെയ്യുന്നു. ഈ അലൗകിക ശക്തിശാലി സ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് ഞാൻ എൻ്റെ അവ്യക്ത സ്വരൂപം ധാരണ ചെയ്യുന്നു. ഉത്സാഹത്തിൻ്റെയും ഉന്മേഷത്തിൻ്റെയും ചിറകിലൂടെ ഒരു സെക്കൻഡിൽ അവ്യക്ത ലോകത്തിൽ അവ്യക്ത ബാപ് ദാദയുടെ മുന്നിൽ സ്ഥിതി ചെയ്യുന്നു. ബാപ് ദാദയുമായുള്ള അവ്യക്ത കൂടിക്കാഴ്ച എന്നെ ഈശ്വരീയ വരദാനങ്ങളാൽ സമ്പന്നമാക്കുന്നു. ബാപ് ദാദയുടെ ദൃഷ്ടി പ്രാപ്തമാക്കിക്കൊണ്ട് ബിന്ദുരൂപമായി ഒരു സെക്കൻഡിൽ പരംധാമമാകുന്ന ജ്യോതി ദേശത്തിൽ ഞാൻ എത്തിച്ചേരുന്നു. ഒരു പ്രകാശ ബിന്ദുവായി ഈ ദിവ്യധാമത്തിൽ പരമപ്രിയനായ ശിവബാബയുടെ ബിന്ദുരൂപത്തിൽ ഏകാഗ്രബുദ്ധിയോടെ ഞാൻ സ്ഥിതി ചെയ്യുന്നു. സർവശ്രേഷ്ഠമായ ആത്മാ പരമാത്മാ കൂടിക്കാഴ്ചയുടെ ദിവ്യ അനുഭവങ്ങളിൽ മഗ്നമാകുമ്പോൾ സമസ്ത ഈശ്വരീയ ഗുണങ്ങളും ശക്തികളും ആത്മാവിൽ നിറഞ്ഞ് സർവ ഈശ്വരീയ പ്രാപ്തികളുടെയും സമ്പന്ന സ്വരൂപമായി ഞാൻ സ്ഥിതി ചെയ്യുന്നു.
ഈ സമ്പന്ന സ്വരൂപം എന്നെ സന്തുഷ്ടമണിയാക്കി മാറ്റുന്നു. ഈ സമ്പന്നമായ അവസ്ഥയിൽ ശിവശക്തി സംയുക്ത സ്വരൂപത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് വിശ്വത്തിലെ ദുഃഖിതരായ ആത്മാക്കൾക്ക് ഈശ്വരീയ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കിരണങ്ങൾ ദാനം ചെയ്യുന്നു.